മറ്റൊരു വിവരമായി പുറത്തുവിടുന്നത് ഇസ്ലാമാബാദിൽ ചർച്ചകൾക്കുള്ള വേദി ഒരുങ്ങുന്നു എന്നുള്ള വിവരം കൂടിയാണ്. അതായത് പാകിസ്ഥാൻ US ഇറാൻ ചർച്ചയ്ക്ക് വേദി ഒരുക്കാൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല എന്നും വിവരമുണ്ട്. പക്ഷേ അപ്പോഴും അമേരിക്കയുടെ ചില ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലേക്ക്, ഉദാഹരണമായിട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസും മറ്റും ഇസ്ലാമാബാദിലേക്ക് പോയി എന്ന വിവരം അടക്കം പുറത്തു വരുന്നുണ്ട്. അസിം മുനീറിനെ ഇതിനിടയിൽ ട്രംപ് വിളിച്ച് ഇത്തരം കാര്യങ്ങളിൽ ചില ക്ലാരിഫിക്കേഷൻസ് വരുത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതരങ്ങളിലുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് പ്രധാനമാണ്. അത്തരമൊരു ചർച്ച ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ വിനോദ്? രഞ്ജിത്ത്, ഷഹബാസ് ഷരീഫ് അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദ്രുതഗതിയിൽ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പാകിസ്ഥാന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു തീവ്രവാദ രാജ്യം എന്ന പ്രതീതിയുണ്ട്. പലപ്പോഴും ഇന്ത്യയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ, അഫ്ഗാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, അവിടുത്തെ വിമോചന പോരാളികളുണ്ട്, ബലൂചിസ്ഥാൻ പോരാളികളുണ്ട്, അവർക്കെതിരെ അല്ലെങ്കിൽ ആ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ അവർ താമസിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ പാക് സൈന്യമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ചെയ്യുന്ന തീവ്രവാദ ശക്തികളോ നടത്തുന്ന ആക്രമണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരും അങ്ങനെയുള്ള ലോക രാഷ്ട്ര സംഘടനകളും എന്തിന് അന്തർദേശീയ സമൂഹം പോലും ഒരു തീവ്രവാദ രാജ്യമായി അമേരിക്കയെ മുദ്ര കുത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ മറികടക്കുന്നതിന് പാകിസ്ഥാന് മുന്നിലുള്ള ഒരു വഴിയായി, ഒരു തുറുപ്പ് ചീട്ടായി അവർ ഈ സാഹചര്യത്തെ കാണുന്നുണ്ട്. യുദ്ധം തുടങ്ങിയത് മുതൽ ഇറാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. US കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ US-ൻ്റെ അംബാസഡർ, ആ ഔദ്യോഗിക ഓഫീസ് അടക്കമുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന നിലയിലേക്ക്, അവരുടെ കോൺസുലേറ്റുകൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാനിൽ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങുന്ന ഒരു നിലയുണ്ടായി. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കയുമായി ഒരു സൗഹൃദം പങ്കുവെക്കുന്നുമുണ്ട്. അത് പലപ്പോഴും ഇന്ത്യ ശക്തമായ നിലപാട് തീവ്രവാദത്തിനെതിരെ എടുക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന ട്രംപിൻ്റെ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നേരത്തെ ഈ താരിഫിൻ്റെ കാര്യത്തിലൊക്കെ തരാതരം പോലെ നിലപാട് മാറ്റുന്ന ആളാണ് ട്രംപ് പലപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത കണ്ടു തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ പലപ്പോഴും വഴിവിട്ട ബന്ധം പാകിസ്ഥാനുമായി സൃഷ്ടിച്ചിട്ടുള്ള ട്രംപ് ഇക്കാര്യത്തിൽ ഇറാനുമായുള്ള ഒരു ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിനെ വേദിയാക്കുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവിടെയാണ് JD വാൻസ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പ്രതിനിധികൾ, കുഷ്ണർ ഉൾപ്പെടെ ഈ യുദ്ധരംഗത്ത് അവരുടെ നയതന്ത്ര ചർച്ചകൾ നടത്തുന്ന ആളുകൾ പാകിസ്ഥാനിലേക്ക് വരുന്നു. അസം മുനീർ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയാണ്. അസം മുനീറുമായി ചർച്ച നടത്താനുള്ള സാധ്യതകൾ, മാത്രമല്ല ട്രംപ് അസം മുനീറുമായി ആശയവിനിമയം നടത്തിയെന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വശത്ത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ചില ഒത്തുതീർപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇറാന് മേൽ ചില സമ്മർദ്ദങ്ങൾ, അത് രഞ്ജിത്ത് പറഞ്ഞ പ്രകാരം തന്നെ ഹോർമുസിൽ ഉള്ള ഇറാൻ്റെ നിയന്ത്രണം അത് കുറയ്ക്കുക, അവിടെയാണ് അമേരിക്കയുടെ കച്ചവടക്കണ്ണ് വരുന്നത്. ട്രംപിൻ്റെ തന്നെ ഒരു പരാമർശം, ഈ ഹോർമുസിൽ ഇനി ഞങ്ങളും ഇറാനുമായി കച്ചവടം നടത്തും അല്ലെങ്കിൽ നിയന്ത്രിക്കും എന്ന് ട്രംപ് പറയുമ്പോൾ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമെന്ന് പറയുമ്പോഴും ഹോർമുസ് കടലെടുക്കുന്ന സമ്പത്ത് നിറഞ്ഞ ഒരു കേന്ദ്രം തന്നെയാണ്. അവിടുത്തെ വാണിജ്യം പിടിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ തന്ത്രം. ഇറാന് മേൽ വലിയ സമ്മർദ്ദ ശക്തിയായി മാറി അവിടുത്തെ വാണിജ്യം, അതിൻ്റെ നിയന്ത്രണം കൈയടക്കുക എന്നൊരു തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നതെന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ പുറത്തു വരികയാണ്. അതിനപ്പുറത്തേക്കാണ് ഈ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഹമാസിനും ഹൂതികൾക്കും ഒക്കെ തന്നെ ഈ പണം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം ഒരു വശത്തുകൂടി ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിക്കരുത് എന്നതാണ്. അത് നമുക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൗദിയും കുവൈറ്റും ഖത്തറും UAE രാഷ്ട്രങ്ങളും ഒമാനും അടക്കമുള്ള ബഹ്റൈനും അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് സൈനിക താവളം തുറക്കാൻ കേന്ദ്രങ്ങൾ നൽകിയ രാജ്യങ്ങളുണ്ട്. ഇവരെ ഒന്നും തന്നെ ആക്രമിക്കരുത് എന്ന ഒരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അതിനുള്ള ഇടനില ചർച്ചയ്ക്കായി പാകിസ്ഥാനെ സമീപിക്കുന്നു എന്നുള്ള വാർത്തകൾ. അവിടെയാണ് ഇന്ത്യയും തുർക്കിയും ഉത്തര കൊറിയയും ഒമാനും ഒക്കെ ഉള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇതിൽ ഒരു സമവായ ചർച്ചകൾക്കുള്ള പാത തുറക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ തേടിയിരുന്നു. ഇരു രാജ്യങ്ങളുമായി, രാഷ്ട്രത്തലവന്മാരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ വേഗത്തിൽ ഇതിൽ ഇടപെടുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് രാജ്യങ്ങളുമായി സംസാരിക്കുന്നു. ഇറാനുമായി ഏതാണ്ട് 1000 കിലോമീറ്റർ അതിർത്തി പാകിസ്ഥാൻ പങ്കിടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഷയം. പാകിസ്ഥാന് നമുക്കറിയാം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ്. ഇതിനിടെ ഇത്തരമൊരു ശ്രമം, അത് നമുക്കിപ്പോൾ ട്രംപിനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ട്രംപിൻ്റെ പ്രീതി പറ്റിക്കൊണ്ട് ഇത്തരമൊരു
ഇത്തരമൊരു ശ്രമം നടത്തുകയാണെങ്കിൽ അത് അവരുടെ പല ആവശ്യങ്ങളും നിറവേറ്റാനുള്ള ഒരു മാർഗം കൂടിയായി മാറും എന്നുള്ള ഒരു വിശ്വാസം കൂടി പാകിസ്ഥാന് പിന്നിലുണ്ട്. അല്ലാതെ വളരെ ധൃതി പിടിച്ച് ഇത്തരമൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് പാകിസ്ഥാൻ മുൻകൈ എടുക്കുന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ നമുക്ക് കരുതാനാവില്ല. അതൊരു സമാധാനത്തിലുള്ള ശ്രമമല്ല, മറിച്ച് അവരുടെ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന തരത്തിൽ ഇത് പരുവപ്പെടുത്തിയെടുക്കുക എന്നൊരു രീതി കൂടി പാകിസ്ഥാൻ ഉണ്ട് എന്നാണ് വിനോദ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.